എല്ലാവർക്കും നമസ്കാരം. വളരെ എളുപ്പത്തിൽ ഈസിയായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മീൻ പീര അല്ലെങ്കിൽ മീൻ വറ്റിച്ചതാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. സാധാരണയായി മത്തി, നത്തോലി ഇങ്ങനെയുള്ള മീനുകളാണ് പീര വെക്കുവാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കാറുള്ളത്. എന്നാൽ ഇങ്ങനെയുള്ള മീനുകൾ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കുവാൻ വളരെയേറെ ബുദ്ധിമുട്ടാണ്. എന്നാൽ ഇങ്ങനെയുള്ള യാതൊരു ബുദ്ധിമുട്ടും കൂടാതെയുള്ള ഒരു മീൻ പീരയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്കതെങ്ങനെയാണെന്ന് നോക്കാം. അടുത്തതായി മീൻ പീരയ്ക്ക് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഞാനിവിടെ ക്യാൻഡ് ട്യൂണാണ് എടുത്തിട്ടുള്ളത്. ഇത് 170 ഗ്രാമിൻ്റെ 2 ക്യാൻ ട്യൂണയാണ്. പിന്നീട് 1.5 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, 10 ചെറുള്ളി, ഇഞ്ചി ഒരു ചെറിയ പീസ്, വെളുത്തുള്ളി 4 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, പച്ചമുളക് 4 എണ്ണം, കറിവേപ്പില 4 തണ്ട്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഉലുവാപ്പൊടി 1/4 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/4 ടീസ്പൂൺ, കുടംപുളി ഒരു 3 പീസ് കുടംപുളി എടുത്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് ആവശ്യമുള്ളത് വെളിച്ചെണ്ണയാണ്, 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, പിന്നീട് ഉപ്പ്, ഇത് ആവശ്യത്തിന്. ഇത്രയും ചേരുവകളാണ് നമുക്കിതിനു വേണ്ടി ആവശ്യമുള്ളത്. ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അടുത്തത് നമുക്ക് പച്ചമുളക് തീരെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ചെറുള്ളിയും തീരെ ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞിട്ടുണ്ട്. അടുത്തതായി നമ്മൾ എടുത്തു വെച്ചിരുന്ന 2 ക്യാൻ ട്യൂണയും ഓയിൽ ഡ്രെയിൻ ചെയ്ത് കളഞ്ഞതിന് ശേഷം സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ കുടംപുളി 1/2 കപ്പ് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത്രയും വെള്ളം മാത്രമേ നമുക്ക് ഈ മീന് വേണ്ടി ആവശ്യമുള്ളൂ. അതുപോലെ നമ്മൾ എടുത്തു വെച്ചിരുന്ന തേങ്ങ, ചെറുള്ളി അരിഞ്ഞത്, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില, മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ഒന്നിച്ചിട്ട് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നല്ലതുപോലെ കൈകൊണ്ടൊന്ന് ഞെരടിയെടുക്കാം. അടുത്തതായി ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ എടുത്തു വെച്ചിരുന്ന ട്യൂണ ഇട്ട് കൊടുക്കാം. ട്യൂണ പ്രത്യേകിച്ച് പൊടിക്കേണ്ട കാര്യമില്ല, നമ്മൾ ഇളക്കുമ്പോൾ അത് ചെറിയ പീസുകൾ ആയിക്കോളും. തേങ്ങയുടെ കൂടെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന മസാലകളെല്ലാം കൂടെ നമുക്കൊന്ന് ഇതിൽ ഇട്ട് കൊടുക്കാം. കുടംപുളി ആഡ് ചെയ്യാം. ഇത് 1/2 കപ്പ് വെള്ളം മാത്രമേ ഉള്ളൂ. ഈ വെള്ളം മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ. ഇത്രയും വെള്ളം കൊണ്ട് നമുക്കിത് വേവിച്ചെടുക്കാവുന്നതാണ്. ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇടയ്ക്ക് ഇതുപോലെ തന്നെ ഒരു പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുക്കണം. ആദ്യം മീഡിയം ഫ്ലെയിമിൽ കുറച്ച് സമയം വേവിച്ചതിന് ശേഷം ലോ ഫ്ലെയിം ആക്കിയിട്ടുണ്ട്. ഇപ്പം 10 മിനിറ്റായി. നമുക്കിനി തീ ഓഫ് ചെയ്തിട്ട് നമുക്കൊന്ന് നോക്കാം. വെറും 10 മിനിറ്റ് കൊണ്ട് നമ്മുടെ മീൻ പീര റെഡി ആയിട്ടുണ്ട്. നമുക്ക് കുറച്ച് കറിവേപ്പിലൂടെ ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണയൂടെ ഒഴിച്ചു കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മീൻ പീര ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നമുക്കൊന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് സമയം അടച്ചു വെക്കാം. അതിനുശേഷം നമുക്കെടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. ട്യൂണ കൊണ്ട് തയ്യാറാക്കിയ ഇന്നത്തെ നമ്മുടെ മീൻ പീര എല്ലാവരും, പ്രത്യേകിച്ച് ബാച്ചിലേഴ്സ് ആയിട്ടുള്ളവരൊന്ന് തയ്യാറാക്കി നോക്കുക. സാധാരണയായി നമ്മൾ മറ്റുള്ള മീൻ കൊണ്ട് തയ്യാറാക്കാറുള്ള മീൻ പീരയുടെ അതേ രുചി തന്നെയാണ് ഇതിനുമുള്ളത്. ചോറിൻ്റെ കൂടെയും കപ്പയുടെ കൂടെയൊക്കെ ഇത് കഴിക്കാവുന്നതാണ്. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുവാനും മറക്കരുത്. എല്ലാവർക്കും വീണ്ടും നന്ദി, നമസ്കാരം.